എവരിവൺ, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുന്നേ ആയിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ കണക്കൊന്നും ഇല്ലാണ്ട് എന്തൊരു വിഷു അല്ലേ. അപ്പോൾ നമുക്ക് ഒറിജിനൽ വെള്ളുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണക്കൊന്നും ഉണ്ടാക്കിയാലോ. വായോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ക്രേപ്പ് പേപ്പർ, യെല്ലോ ക്രേപ്പ് പേപ്പർ, പിന്നെ നമ്മുടെ സ്റ്റെമ്മിന് ഒട്ടിക്കാൻ പറ്റിയ ഗ്രീൻ ക്രേപ്പ് പേപ്പറോ അഥവാ ഇങ്ങനത്തെ ടേപ്പ് ആയാലും മതി. പിന്നെ കമ്പി, കത്രിക, ഒരു നൂല്. എന്നിട്ട് നമ്മൾ ക്രേപ്പ് പേപ്പർ മടക്കിയെടുത്ത് ദേ ഒരു ആർച്ച് ഷേപ്പിൽ, നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് മുറിക്കുന്നതാണ് നല്ലത്. എക്സ്പേർട്സ് ആണെങ്കിൽ കുഴപ്പമില്ല, വരയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു എൻഡ് പോർഷൻ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും നമ്മൾ ചുരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇത് കമ്പിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനേക്കാളും മുന്നേ ആയിട്ട് നമ്മുടെ സ്റ്റെമ്മായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പിയാണ്. അത് നമുക്കിങ്ങനെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 3 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോളനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ ക്രേപ്പ് പേപ്പർ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോളനും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യുന്ന കമ്പി എടുത്ത് ജസ്റ്റ് അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക. ജസ്റ്റ് ആ ഒരു വെക്കാൻ പോകുന്ന ആ പോളനൊന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകാതിരിക്കാൻ. എന്നിട്ട് ഈ ഒരു പോളൻ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ നന്നായിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ യെല്ലോ കളറിലെ ഒരു നൂലാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പെറ്റൽസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കണിക്കൊന്നയുടെ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു എന്താ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെയാണ് കണിക്കൊന്നയുടെ പെറ്റൽസ്. നമ്മൾ അതേപോലെ തന്നെ ഈ ഫ്ലവർ ഓരോന്നായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഓർക്കേണ്ട കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ് ഉണ്ടാക്കാം. ബഡ് ഉണ്ടാക്കാനായിട്ട് യെല്ലോ ക്രീപ്പ് പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒരു മുട്ട് പോലെ ആക്കി എടുത്താൽ മതി. അതില്ല എങ്കിൽ നമ്മളിപ്പോൾ പെറ്റലായിട്ട് കട്ട് ചെയ്ത ഒരു പെറ്റൽസ് തന്നെ വെച്ച് മടക്കി ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ബഡും ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് സ്റ്റെമ്മിൻ്റെ ആ കളറ് നമ്മൾ ക്രേപ്പ് പേപ്പർ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലവറിനോട് ചേർത്ത് വെച്ച് ഒന്ന് പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേ ബി അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഈ ക്രേപ്പ് പേപ്പർ കൊണ്ട് ഒട്ടിക്കുന്നവരാണെങ്കിൽ പശ വെച്ചൊട്ടിക്കാൻ കുറച്ച് റിസ്ക്കി ആയിരിക്കും. അപ്പോൾ ഇത് റിസ്ക്കി എന്നല്ല, കുറച്ചുകൂടെ പാടായിരിക്കും. ഇങ്ങനത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം പൂവും മുട്ടും തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുണ്ടാക്കി നമ്മളിനി അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കൊലയുടെ ഷേപ്പിലൊരു കണിക്കൊന്നയുടെ ബഞ്ച് പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ 2-3 മുട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കണേ. പിന്നെ നമ്മൾ ഓരോ ഫ്ലവേഴ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക. കണി വയ്ക്കുമ്പോൾ ദൂരി പോരരുത്. അങ്ങനെ രീതി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാത്ത ഫ്ലവേഴ്സിൻ്റെ വലുപ്പത്തിനും അതിൻ്റെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ നീട്ടത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ്സോടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബഞ്ച് കണിക്കൊന്നയാണ്. കുറച്ചുകൂടെ പൂവുണ്ടാക്കിയാൽ നമുക്ക് ഒരു വലിയ ബഞ്ചാക്കാനോ അല്ലെങ്കിൽ 2-3 ഇതാക്കാനോ നമുക്ക് പറ്റും. നമ്മൾ ഓരോ പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ കണിക്കൊന്നയുടെ ഷേപ്പ് മനസ്സിലൊന്ന് ഓർത്തിട്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം കണിക്കൊന്നയുടെയൊക്കെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് അസംബിൾ ചെയ്ത് കൊടുക്കുവാണേ. നമ്മളിത് അവസാനത്തെ ഫ്ലവർ നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ലാസ്റ്റ് കമ്പി ഞാൻ അങ്ങനെ നീട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വല്ലയിടത്തും തൂക്കിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഈ വിഷു കഴിഞ്ഞാലും ഇതൊരു ഭംഗിയാണ്. നമുക്ക് റൂമിലും അതേപോലെ പ്രെയർ റൂമിലൊക്കെ വെക്കുന്നത് ഒരു ഭംഗിയാണ്.
അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. കണിക്കൊന്നയുടെ ഏകദേശ രൂപമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കണിക്കൊന്നയുടെ ഔട്ട്ലുക്ക്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കണിക്കൊന്നയുടെ ആ സ്റ്റെം കാണുന്ന സ്ഥലത്തൂടെ ക്രേ പേപ്പർ ചുറ്റിക്കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ കണിക്കൊന്നയുടെ രണ്ടൊക്കെ ആയിട്ട് വരും ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.